ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് മാർക്കറ്റ് അനാലിസിസ് ആണ് പറയാൻ വേണ്ടി പോകുന്നത്. അതുപോലെ തന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ഇന്ത്യൻ എക്സ്ചേഞ്ച്, ഇൻ്റർനാഷണൽ എക്സ്ചേഞ്ചിൻ്റെ ലിങ്ക് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഇനി അടുത്ത ട്രെൻഡ് ഏതാണെന്ന് കേട്ട് കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഗോൾഡിൻ്റെ പ്രൈസ് നിങ്ങൾ പോയിട്ട് നോക്കുക. ഗോൾഡിൻ്റെ പ്രൈസ് ഏറ്റവും ടോപ്പ് പോയിട്ട് കണ്ടോ, പെട്ടെന്നൊരു ഡൗൺ എന്ന രീതിയിലോട്ട് 2393 USD നിന്നും ഏകദേശം 2288 USD പോയി. ആ ഒരു ടൈം എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. നമ്മുടെ ബിറ്റ്കോയിൻ്റെ പ്രൈസും അതേ ഒരു ഡൗൺ ട്രെൻഡിലോട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് കേട്ട് കഴിഞ്ഞാൽ, ഗോൾഡിൻ്റെ പ്രൈസ് ഇവിടെ നിന്ന് ക്രാഷ് ആവാതെ ഹൈയിലോട്ട് വീണ്ടും പോവുകയാണെങ്കിൽ ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഇപ്പോൾ 64,000 USD ആണ് നിൽക്കുന്നത്. ഇതിൽ നിന്ന് പുതിയൊരു ലെവലിലോട്ട് പോകാം. ഏകദേശം 67,000 ബ്രേക്ക് ചെയ്ത് 70,000 72,000 ലെവലിലോട്ട് വേണമെങ്കിൽ പോകാം. ഗോൾഡിൻ്റെ പ്രൈസ് താഴേക്കാണ് പോകുന്നതെങ്കിൽ ഉറപ്പായിട്ടും ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഡൗൺ എന്ന രീതിയിലോട്ട് വീഴാം. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് പോയിന്റ് ആണ് ബിറ്റ്കോയിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. 61,000 USD റേഞ്ചാണ്. അത് ബ്രേക്ക് ചെയ്ത് പോവുകയാണ്. ഗോൾഡിൻ്റെ പ്രൈസും പെട്ടെന്ന് പോവുകയാണെങ്കിൽ ഏകദേശം 51,000 അടുത്ത സ്റ്റോപ്പ് എന്ന് പറയുന്നത്. അതുകൊണ്ട് സൂക്ഷിച്ച് മാത്രം ട്രൈ ചെയ്യുക. ടേക്ക് പ്രോഫിറ്റും സ്റ്റോപ്പ് ലോസ് യൂസ് ചെയ്ത് മാത്രം സ്കാൽപ്പ് ചെയ്യുക ട്രേഡേഴ്സ് ആണെങ്കിൽ. ഇനി അടുത്ത് ആൾട്ട് കോയിൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും കേട്ടോ. 0.16 ഒക്കെ നമ്മുടെ വസീറസ് ടോക്കൺ വന്നിട്ട് അടുത്ത സ്റ്റോപ്പ് എന്ന് പറയുന്ന ഹൈയിലോട്ട് 0.26 ആണ് പോയത്. CET അത്ര വലിയ ഡൗണിലോട്ട് വന്നിട്ടില്ല. CET എന്ന് പറയുന്ന ഹൈ ട്രെൻഡിൽ തന്നെയാണ് നിൽക്കുന്നത്. എന്നാൽ BNB എന്ന് പറയുന്നത് ഏകദേശം പുതിയ ഒരു ഹൈ എന്ന റേഞ്ച് നോക്കി വീണ്ടും പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം BNB എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, BNB ഡൗൺ ആയി കഴിഞ്ഞാൽ അത് പെട്ടെന്ന് റിവേഴ്സ് വരാൻ വേണ്ടിയിട്ടുള്ള സാധ്യത കൂടുതലാണ്. എന്തെങ്കിലും നെഗറ്റീവ് ആയിട്ടുള്ള ന്യൂസ് ബൈനാൻസ് എക്സ്ചേഞ്ചുമായി ബന്ധപ്പെട്ട് വന്നു കഴിഞ്ഞാൽ BNBയുടെ പ്രൈസ് പെട്ടെന്ന് ക്രാഷിലോട്ട് പോകുന്നതായിരിക്കും. പിന്നെ അത് കുറച്ച് കഴിയുമ്പോൾ ഏകദേശം ഒരാഴ്ച കൊണ്ട് തന്നെ റിക്കവർ ചെയ്ത് റിവേഴ്സ് വീണ്ടും വരാനുള്ള ട്രെൻഡ് BNB കൂടുതലാണ്. ഓക്കെ, BNB ഏകദേശം 607 നിൽക്കുന്നത്. ഏറ്റവും ടോപ്പ് ഹൈ എന്ന് പറയുന്നത് 647. ബിറ്റ്കോയിൻ്റെ പ്രൈസും അതുപോലെ തന്നെ ഗോൾഡിൻ്റെ പ്രൈസും പുതിയൊരു ഹൈ നോക്കി പോവുകയാണെങ്കിൽ നമ്മുടെ BNBയുടെ പ്രൈസ് വീണ്ടും ഒരു പുതിയ ഹൈയിലോട്ട് പോകുന്നതായിരിക്കും. ഇനി സൊളാന ഏകദേശം ഡൗണിൽ വന്ന 116. അതിനുശേഷം വീണ്ടും 159 വന്നിട്ട് 146 റേഞ്ചാണ് നിൽക്കുന്നത്. ഇനി ഗോൾഡിൻ്റെ ബിറ്റ്കോയിൻ്റെ പ്രൈസ് വെച്ചിട്ട് മാത്രം നിങ്ങൾ നോക്കുക. അതനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ ആൾട്ട് കോയിൻസിൻ്റെ പ്രൈസ് എല്ലാം പോകുന്നത്. ഷിബ കുറേ പേർ കേട്ട ഡൗട്ടാണ്. ഷിബയുടെ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ലോങ് ടൈം താല്പര്യമുണ്ടെങ്കിൽ ബൈ ചെയ്ത് ഹോൾഡ് ചെയ്ത് വയ്ക്കുക. ഷിബയുടെ പ്രൈസ് സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് പോയിന്റ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ സപ്പോർട്ട് പോയിന്റ് എന്ന് പറയുന്ന ഒരു 2,000 ആയിരുന്നു. 2,000-2,300 ആയിരുന്നു. പക്ഷേ ഇവിടെ ഡൗൺ ആയ ടൈം ഷിബയുടെ പ്രൈസ് 1,848 വരെ പോയിട്ടുണ്ട്. ഇവിടെ നിന്ന് വേണമെങ്കിൽ ഷിബ എന്തെങ്കിലും ഒരു പോസിറ്റീവ് ന്യൂസ് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് വേണമെങ്കിൽ ഹൈയിലോട്ട് പോകാം. ഇനി ബിറ്റ്കോയിൻ്റെ പ്രൈസ് ക്രാഷായി ആൾട്ട് കോയിൻസിൻ്റെ പ്രൈസ് ക്രാഷ് ആയിരുന്നാലും വീണ്ടും ഡൗണിലോട്ട് വരാനുള്ള സാധ്യത കൂടുതലാണ്. വെർജ് നിങ്ങൾക്ക് ബൈ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ലോങ് ടൈം താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ ഒരു $20 അല്ലെങ്കിൽ $30 0.0056 ബൈ ചെയ്ത് ഹോൾഡ് ചെയ്ത് വയ്ക്കാം. പക്ഷേ റിസ്ക് ബിറ്റ്കോയിൻ്റെ പ്രൈസ് ക്രാഷ് ആയി കഴിഞ്ഞാൽ വീണ്ടും 200% വെർജ് ഡൗണിലോട്ട് വീഴുന്നതായിരിക്കും. അതാണ് അതിൻ്റെ അകത്തെ റിസ്ക് എന്ന് പറയുന്നത്. ഇനി അടുത്ത് EOS പലരും ബൈ ചെയ്തിട്ടുണ്ട് 0.69. അതിനുശേഷം 0.96 പോയിട്ട് 0.85 ആണ് നിൽക്കുന്നത്. ബൈ ഓപ്പർച്യൂണിറ്റിയാണ്. നേരത്തെ ബൈ ചെയ്യാത്തവർക്ക് 0.69 0.70 എന്ന് പറയുന്നത്. ഇനി ട്രോണും ഏകദേശം ഒരു ബൈ ഓപ്പർച്യൂണിറ്റി 0.10 പലർക്കും കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഡോഗിക്കകത്തും അങ്ങനെ ഒരു ബൈ ഓപ്പർച്യൂണിറ്റി പലർക്കും കിട്ടിയിട്ടുണ്ട്. ഏകദേശം ഡോഗി 0.013 പലരും ബൈ ചെയ്തിട്ടുണ്ട്. 0.05 പലതവണ ഞാൻ ഡോഗി ബൈ ചെയ്യാൻ വേണ്ടി പറഞ്ഞാണ് കണ്ടോ. 0.22 പോയിട്ട് വീണ്ടും 0.14 ആണ് നിൽക്കുന്നത്. 0.12 ബൈ ചെയ്താൽ റിസ്ക് ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ലോങ് ടൈമിനാണെങ്കിൽ നിങ്ങൾക്ക് റിസ്ക് ഇല്ല. ബിറ്റ്കോയിൻ്റെ പ്രൈസ് ക്രാഷിലോട്ട് പോയി കഴിഞ്ഞാൽ ഏകദേശം വീണ്ടും 200% താഴെ ഡോഗി വരുന്നതായിരിക്കും. അതാണ് അതിൻ്റെ അകത്തെ റിസ്ക് എന്ന് പറയുന്നത്. ഇനി ഒമിസാഗോ എന്ന് പറയുന്ന പ്രോജക്റ്റ് ഉണ്ട്. 0.501 അവിടെ ഒരു ബൈ ഓപ്പർച്യൂണിറ്റിയാണ്. ചിലർ ബൈ ചെയ്തിട്ടുണ്ടായിരിക്കും. എന്നിട്ട് അത് ഏകദേശം 0.74 ആണ് നിൽക്കുന്നത്. ഒമിസാഗോ എന്ന് പറയുന്ന നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു $1 ബൈ ചെയ്യാൻ. എന്നിട്ട് 0.50 USD റേഞ്ച് പോയപ്പോൾ വീണ്ടും ബൈ എടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏകദേശം അത് ടോപ്പായിട്ട് പോയത് $1.42. പലർക്കും പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. അതിനുശേഷമാണ് മാർക്കറ്റ് ഒമിസാഗോ ഡൗണിൽ നിൽക്കുന്നത്. നമ്മുടെ ബൈനാൻസ് എക്സ്ചേഞ്ചിൽ ഒമിസാഗോ ഉണ്ട്. ഒമിസാഗോ അതുപോലെ തന്നെ അയോട്ട, ഞാൻ എപ്പോഴും ഒരുമിച്ചാണ് പറയാറുള്ളത്. MXC ടോക്കൺ ഏകദേശം നമ്മുടെ ബിറ്റ്കോയിൻ്റെ പ്രൈസ് ക്രാഷ് ആവാതെ നിൽക്കുകയാണെങ്കിൽ ഏകദേശം സൈഡ് വേസ് നിന്നാൽ പോലും MXC ടോക്കൺ പുതിയൊരു ഹൈയിലോട്ട് വീണ്ടും വേണമെങ്കിൽ പോകാനുള്ള സാധ്യത ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പോകാം.
0.80 ഒരു USD ഒക്കെ ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ബൈ ചെയ്ത് ഹോൾഡ് ചെയ്യാൻ പറ്റിയ പ്രോജക്റ്റാണ് മെക്സി ടോക്കൺ. താല്പര്യമുണ്ടെങ്കിൽ ബൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അയോട്ട എന്ന് പറഞ്ഞാൽ വീണ്ടും ഒരു ബൈ ഓപ്പർച്യൂണിറ്റി 0.180 പലർക്കും കിട്ടിയിട്ടുണ്ട്. 0.26 പോയിട്ട് 0.23 ആണ് നിൽക്കുന്നത്. ലോങ് ടൈം മാത്രം ഫോക്കസ് ചെയ്യുക. $2, $3, $5 വരെ അയോട്ടയ്ക്ക് പോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും വരെ പോകാം. ഇനി ഫയൽ ടോക്കണും ഏകദേശം വീണ്ടും നിങ്ങൾക്ക് ബൈ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈ ചെയ്യാം. $5 നിൽക്കുന്നത്. 2 അല്ലെങ്കിൽ 3 ഫയൽ ടോക്കണെങ്കിൽ ലോങ് ടൈം താല്പര്യമുള്ളവർക്ക് ബൈ ചെയ്ത് ഹോൾഡ് ചെയ്ത് വെക്കാവുന്നതാണ്. എൻ്റെ ഒരു സെൽ ടാർഗറ്റ് എന്ന് പറയുന്നത് 40-50 USD ആണ് ഫയൽ ടോക്കൺ. ഇതിൻ്റെ അകത്ത് റിസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബിറ്റ്കോയിൻ്റെ പ്രൈസ് ക്രാഷ് ആവുകയാണെങ്കിൽ ഏകദേശം $1 താഴെ വരെ ഫയൽ ടോക്കൺ പോകുന്നതായിരിക്കും. അതാണ് ഈ ഒരു ഫയൽ ടോക്കണിൻ്റെ അകത്തെ റിസ്ക്. മറ്റുള്ള പ്രോജക്റ്റിനേക്കാളും മാർക്കറ്റ് ക്രാഷ് ആവുകയാണെങ്കിൽ ഡൗണിൽ വീഴാനുള്ള സാധ്യത ഏറ്റവും കൂടുതലുള്ള ഫയൽ ടോക്കണാണ്. അടുത്ത യുനിസാപ്പിൻ്റെ യുനി ടോക്കൺ എന്ന് പറയുന്ന താല്പര്യമുള്ളവർക്ക് ഏകദേശം ഇപ്പോൾ $7. നേരത്തെ വന്ന ടൈം $5 $6 ബൈ ചെയ്തിട്ടുണ്ടെങ്കിൽ കുഴപ്പമുണ്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. ലോങ് ടൈം മാത്രം ടാർഗറ്റ് ചെയ്യുക. ഏകദേശം 100 USD മുകളിൽ വരെ പോകുന്നതായിരിക്കും. ഇനി എതീരിയം ക്ലാസിക് 24 USD അല്ലെങ്കിൽ 22 നിങ്ങൾ ബൈ ചെയ്തിട്ടുണ്ടെങ്കിൽ കുഴപ്പമുണ്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. ലോങ് ടൈം മാത്രം എതീരിയം ക്ലാസിക് ഫോക്കസ് ചെയ്യുക. ഓക്കെ. ഇനി മാറ്റിക് 0.70 ആണ്. 0.70 ബൈ ചെയ്യുക എന്ന് വെച്ചുകഴിഞ്ഞാൽ ബൈ ചെയ്യാം. വിഷയമുണ്ടോ എന്ന് വെച്ചുകഴിഞ്ഞാൽ വിഷയമില്ല. റിസ്ക് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ബിറ്റ്കോയിൻ്റെ പ്രൈസ് ക്രാഷ് ആയി കഴിഞ്ഞാൽ ഒരു 100-150% വീണ്ടും ഡൗണിൽ പോകുന്നതായിരിക്കും. പക്ഷേ ലോങ് ടൈം ആണ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ ബൈ ചെയ്യാവുന്നതാണ്. റിസ്ക് വളരെ കുറവാണ് മാറ്റിക്കിൻ്റെ അകത്ത് ബൈ എന്ന് പറയുന്നത്. ഇനി CHZ ഇത് ട്രോൺ ഫാമിലിയിലെ ജസ്റ്റ് സണ്ണ് ഇങ്ങനത്തെ ട്രോൺ ഫാമിലിക്കകത്ത് വരുന്ന പ്രോജക്റ്റ് ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്. ഡൗൺ ആകുന്നതനുസരിച്ച് ആവറേജ് ചെയ്ത് താല്പര്യമുള്ളവർക്ക് ബൈ ചെയ്ത് ഹോൾഡ് ചെയ്ത് വെക്കാവുന്നതാണ്. ഇനി അടുത്ത് CSPR കണ്ടോ, വീണ്ടും ഏറ്റവും ഡൗൺ എന്ന രീതി വന്നിട്ടുണ്ട്. 0.0309 CSPR എന്ന് പറഞ്ഞ ഈ ഒരു പ്രോജക്റ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞതാണ് ഡൗൺ ആയ ടൈം 0.03 ബൈ എടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കണ്ടോ മാർക്കറ്റ് ഏകദേശം 0.057 വരെ പോയിട്ട് വീണ്ടും ഡൗൺ ആയിട്ട് വീണ്ടും ഹൈയിലോട്ട് പോയിട്ട് വീണ്ടും ഡൗൺ എന്ന രീതിയിലാണ് നിൽക്കുന്നത്. എനിക്ക് തോന്നുന്നു ഏകദേശം കഴിഞ്ഞ ഒക്ടോബറിലൊന്ന് അതേ പ്രൈസ് റേഞ്ചാണ്, ഈ 2023 ഒക്ടോബറിൽ അതേ പ്രൈസ് റേഞ്ചാണ് ഇപ്പോഴും നമ്മുടെ CSPR എന്ന് പറഞ്ഞ ഈ ഒരു പ്രോജക്റ്റ് നിൽക്കുന്നത്. താല്പര്യമുള്ളവർക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. അടുത്ത് GT ടോക്കൺ ഞാൻ പലതവണ $4 ബൈ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ബൈ ചെയ്യാമെന്ന് പറഞ്ഞതാണ്. നിങ്ങൾ നോക്കുക, ഏകദേശം $11.47 പോയിട്ട് വീണ്ടും $7 നിൽക്കുന്നത്. ഇനി ബിറ്റ്കോയിൻ്റെ പ്രൈസ് പുതിയ ഹൈയിലോട്ട് പോവുകയാണെങ്കിൽ GT ടോക്കൺ വീണ്ടും ഹൈയിലോട്ട് പോകുന്നതായിരിക്കും. അതുകൊണ്ട് താല്പര്യമുള്ളവർക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. ഇനി ഗെല എന്ന് പറഞ്ഞ ഈ പ്രോജക്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 0.02 താല്പര്യമുള്ളവർക്ക് ബൈ ചെയ്യാമെന്ന്. ഏകദേശം 0.087 വരെ പോയിട്ട് വീണ്ടും ഡൗൺ എന്ന രീതിയിലോട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. മാർക്കറ്റ് ബിറ്റ്കോയിൻ്റെ പ്രൈസ് എല്ലാം ക്രാഷ് ആവുകയാണെങ്കിൽ ഗെല ടോക്കൺ നിങ്ങൾക്ക് 0.02 വേണമെങ്കിൽ വീണ്ടും വന്ന് ബൈ ചെയ്യാവുന്നതാണ്. ഇനി ലിങ്ക് എന്ന് പറയുന്ന പ്രോജക്റ്റ് ഒന്നല്ലെങ്കിൽ രണ്ടെണ്ണമെങ്കിലും ബൈ ചെയ്ത് വെക്കുക. 12 USD വന്നിട്ടുണ്ട്, വീണ്ടും 14 നിൽക്കുന്നത്. ലോങ് ടൈം മാത്രം ഫോക്കസ് ചെയ്യുക. ലിങ്ക് എന്ന് പറയുന്നത് ഏകദേശം 100 USD ഒരു ലിങ്ക് 100 USD മുകളിൽ വരെ പോകാം. പക്ഷേ ബിറ്റ്കോയിൻ്റെ പ്രൈസ് ക്രാഷ് ആവുകയാണെങ്കിൽ ഏകദേശം $2-3 വരെ ലിങ്ക് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതാണ് അവിടുത്തെ റിസ്ക് എന്ന് പറയുന്നത്.